ആങ്കറിംഗ് രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ജുവൽ മേരി സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലൈം ലൈറ്റ് ജുവൽ മേരി സജീവമല്ല. ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ജുവൽ ഇപ്പോൾ. വിവാഹമോചനം, ക്യാൻസർ എന്നീ വിഷമഘട്ടങ്ങൾ താൻ അതിജീവിച്ചെന്ന് ജുവൽ മേരി പറയുന്നു. ധന്യവർമ്മയുമുള്ള അഭിമുഖത്തിലാണ് ജുവൽ മനസ്സ് തുറക്കുന്നത്. 2015 ജുവൽ വിവാഹിതയായത്. ടെലിവിഷൻ പ്രൊഡ്യൂസർ ജെൻസൺ സക്കറിയായിരുന്നു ഭർത്താവ്. താനിപ്പോൾ നിയമപരമായി വിവാഹമോചിതയാണെന്നാണ് ജുവൽ മേരി പറയുന്നത്. ഞാൻ വിവാഹിതയായിരുന്നു, പിന്നെ ഡിവോഴ്സ് ചെയ്തു. ഫൈറ്റ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങിയ ഒരാളാണ് ഞാൻ. പലരും അതൊരു കേക്ക് വാക്കായി ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കങ്ങനെ ആയിരുന്നില്ല. ഞാൻ സ്ട്രഗിൾ ചെയ്തു, പോരാടി ജയിച്ചു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. ഡിവോഴ്സ് ആയിട്ട് 1 വർഷമാകുന്നതേ ഉള്ളൂ. 2021 മുതൽ ഞാൻ സെപ്പറേറ്ററായി ജീവിക്കാൻ തുടങ്ങി, ജുവൽ മേരി പറയുന്നു. 2023 തനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചുവെന്ന് ജുവൽ പറയുന്നു. 3-4 വർഷം കഴിഞ്ഞാണ് എനിക്ക് ഡിവോഴ്സ് കിട്ടിയത്. മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ 6 മാസം കൊണ്ട് കിട്ടും. മ്യൂച്വൽ കിട്ടാൻ വേണ്ടി ഞാൻ നടന്ന് കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഡിവോഴ്സാണ്. അന്ന് കയ്യിൽ സ്റ്റാർ സിംഗറൊക്കെ ചെയ്തതിൻ്റെ കുറച്ച് പൈസയുണ്ട്. ഇനിയെങ്കിലും ലൈഫ് ആസ്വദിക്കണം, എനിക്കൊന്ന് സന്തോഷിക്കണമെന്ന് കരുതി. അങ്ങനെ ലണ്ടനിൽ എനിക്കൊരു ഷോ വന്നു. ഒരുപാട് യാത്രകൾ ചെയ്തു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് കൊച്ചിയിൽ വന്നു. കയ്യിലുള്ള കാശൊക്കെ പൊട്ടിച്ചു. തിരിച്ചു വന്ന് ഞാൻ ഇനിയും വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. അന്ന് 7 വർഷത്തിന് മുകളിലായി തൈറോയിഡ് പ്രശ്നമുണ്ട്. പിന്നെ എൻ്റെ ഇന്റേണൽ ട്രോമയും PCOD, തൈറോയ്ഡ് പ്രശ്നങ്ങളുണ്ടായെന്ന് റെഗുലർ ചെക്കപ്പിന് പോയി. അന്ന് വരെ എനിക്ക് ലക്ഷണങ്ങളൊന്നുമില്ലായിരുന്നു. ആകപ്പാടെ ചുമയ്ക്കുമ്പോൾ കഫം എക്സ്ട്രാ വരും. എപ്പോഴും തോട്ട് ക്ലിയർ ചെയ്യണം. ഒരു സ്കാൻ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ BSc നഴ്സിംഗ് പഠിച്ച ആളാണ്. അവർ മാർക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കൈയും കാലും തണുക്കാൻ തുടങ്ങി. കാരണം സ്കാൻ ചെയ്തവരുടെ മുഖം മാറുന്നുണ്ട്. നമുക്കൊരു ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാൽ ഉറഞ്ഞുപോയി. അത് വേണ്ട എന്ന് ഞാൻ. ഭയങ്കര പേടിയായിരുന്നു. ഇല്ല മാഡം, അത് എടുക്കണമെന്ന് അവർ പറഞ്ഞു. അന്ന് തന്നെ ബയോപ്സി എടുത്തു. ഡോക്ടർ എനിക്ക് ഏകദേശ സൂചന തന്നിരുന്നു. 15 ദിവസം കഴിയും റിസൾട്ട് വരാൻ. ലൈഫ് സ്ലോ ആയിപ്പോയി. റിസൾട്ട് വന്നപ്പോൾ ഒന്നുകൂടി ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. 2ാമത്തെ റിസൾട്ട് വന്നപ്പോൾ പണി കിട്ടിയെന്ന് മനസ്സിലായി. സർജറി കഴിഞ്ഞപ്പോൾ സൗണ്ട് പോയി. അത് സ്വാഭാവികമാണ്. പിന്നെ എല്ലാം ശരിയായെന്ന് ജുവൽ മേരി വ്യക്തമാക്കി. ക്യാൻസർ ചികിത്സിച്ച് ഭേദമായ ശേഷം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ജുവൽ ഇപ്പോൾ. ആദ്യമായിട്ടാണ് തൻ്റെ സ്വകാര്യ ജീവിതം നേരിട്ട് വലിയ പ്രതിസന്ധിയെക്കുറിച്ച് ജുവൽ മേരി അഭിമുഖത്തിൽ പറയുന്നത്.